5 ഗ്യാരണ്ടികൾ, അതും ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ഇന്ദിര പ്രിയദർശിനിയുടെ പേരിൽ. ഗ്യാരണ്ടിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ദിര പ്രിയദർശിനിയെ കൂടി കുറിച്ച് ഒന്ന് നമുക്ക് പറഞ്ഞേ മതിയാകൂ. ഖലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ സന്ധിയില്ല നിലപാടെടുത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തൻ്റെ മുന്നിലേക്ക് ഒരു ഫയൽ വരികയാണ്. ആ ഫയലിൽ രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് കൊടുത്ത റിപ്പോർട്ട് ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായിട്ടുള്ള സിഖ് മതത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കണമെന്നാണ്. എന്നാൽ ആ ഫയൽ വായിച്ചു നോക്കിയ ഇന്ദിരാഗാന്ധി പറഞ്ഞത്, എൻ്റെ അംഗരക്ഷക സ്ഥാനത്ത് നിന്നും സിഖ് മതസ്ഥരായ ആളുകളെ ഒഴിവാക്കുന്നത് ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് പഞ്ചാബിനെ വെട്ടിമാറ്റുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന്. ഒടുവിൽ അതേ അംഗരക്ഷകരുടെ വെടിയുണ്ടകൾ ഗർഭപാത്രം തുളച്ച് പുറത്തേക്ക് പോയി ഒരു മാൻപേടയെപ്പോലെ പിടഞ്ഞു വീണ് മരിച്ച ഇന്ദിരാ പ്രിയദർശിനി. ആ ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും കേരളത്തിലെ ജനങ്ങൾക്ക് 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾ കരഘോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഗ്യാരണ്ടി, കേരളത്തിൽ സൗജന്യമായി സ്ത്രീകൾക്ക് KSRTCയിൽ യാത്ര. അതിൽ വരുമാന പരിധിയില്ല, എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി യാത്രയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ തെലങ്കാനയിലും കർണാടകയിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം കോൺഗ്രസ് പ്രഖ്യാപിച്ച് അധികാരത്തിലേറി 2 മാസത്തിനകം നടപ്പിലാക്കി, അത് യാഥാർത്ഥ്യമാക്കി ആ സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ കരഘോഷങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. 2, എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ. ഈ രാജ്യത്ത് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ലോകത്തെ ഏറ്റവും മികച്ച ഭരണാധികാരിക്കുള്ള അവാർഡ് അങ്ങ് ബഹ്റൈൻ്റെ മണലാരണ്യത്തിൽ നിന്ന് വാങ്ങി ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലാണ് കോൺഗ്രസ് 2ാമത്തെ പദ്ധതി പ്രഖ്യാപിച്ചത്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 3ാമത്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ അവരുടെ അക്കൗണ്ടിലെത്തുന്ന പദ്ധതി. ഇത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് ബസ്സിന് പണം നൽകാൻ, അവരുടെ മറ്റ് ചെറിയ ആവശ്യങ്ങൾക്ക് ഉതകുന്ന ഒരു തുകയാണ് ഈ പദ്ധതിയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മറ്റൊരു പദ്ധതി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയോജന വകുപ്പാണ്. കേരളത്തിലെ പ്രായമായ ആളുകൾക്ക്, നമുക്കറിയാം പലരും ഇപ്പോൾ ഒറ്റപ്പെടലിൻ്റെ അവശത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് താങ്ങും തണലുമായി ഒരു വകുപ്പ് രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം കരഘോഷത്തോടു കൂടിയാണ് കേരളം കേട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയുള്ളത് 5 ലക്ഷം രൂപ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ലോൺ ലഭിക്കുമെന്നാണ്. അതായത് ആശയങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അവർക്കത് പ്രവൃത്തി പദത്തിലെത്തിക്കാൻ 5 ലക്ഷം രൂപ യാതൊരു ഈടുമില്ലാതെ ലോൺ പ്രഖ്യാപിച്ച പദ്ധതി. ഇതെല്ലാം വളരെ വലിയ ഇമ്പാക്റ്റാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. രാഹുൽ ഈ പദ്ധതിയെക്കുറിച്ച് ഊന്നി പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഈ പദ്ധതിയെ വീണ്ടും പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ പ്രത്യാശയോടുകൂടിയാണ് ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത്. കോൺഗ്രസ് ഈ വാഗ്ദാനം മുന്നിൽ വെച്ച് കോൺഗ്രസ് പിന്നീട് അധികാരത്തിലേറിയ കർണാടകയിലും അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലുമെല്ലാം ഈ പറഞ്ഞ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. പറഞ്ഞ വാക്ക് പ്രവൃത്തിപഥത്തിലെത്തിച്ച പ്രസ്ഥാനമാണ് തങ്ങളെന്നും, അതുകൊണ്ട് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് അതിൻ്റെ റാലികളിൽ, കോൺഗ്രസ് അതിൻ്റെ പൊതുസമ്മേളനങ്ങളിൽ, കോൺഗ്രസ് അതിൻ്റെ കുടുംബ സംഗമങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീണ്ടും രാഹുൽ ഗാന്ധി ഈ ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്താണ് രാഹുൽ ഇതാദ്യമായി പ്രഖ്യാപിച്ചത് ഈ ഗ്യാരണ്ടി. വീണ്ടും രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇത് യാഥാർത്ഥ്യമാക്കും. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിലേറിയാൽ 3 മാസത്തിനകം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പാണ് രാഹുൽ ഗാന്ധി കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാം, വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുടങ്ങി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ യാത്ര നടത്തി രാജ്യത്തെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാട്ടം നടത്തുന്ന നേതാവ്. സംഘപരിവാറിൻ്റെ ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ അവരെ വേർതിരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ ശക്തിയുക്തം പോരാടുന്ന നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയാണ് തൻ്റെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഈ പദ്ധതി കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന പദ്ധതിയാണ്. ഇപ്പോഴും 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും മറ്റ് ചെറുകിട സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് ബസ് കൂലി തന്നെ ഒരു മാസം വലിയ തുകയാവും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ അത് അവർക്ക് വലിയ അനുഗ്രഹമാകും, അവർക്ക് വലിയ കൈത്താങ്ങാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ദിരാ ഗ്യാരണ്ടി കൂടി രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം, രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾ മുഖവിലേക്കെടുക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും വിശ്വസിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ആവേശത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വരെയുള്ള 140 മണ്ഡലങ്ങളിലും സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി, ഐതിഹാസികമായ പ്രവർത്തനം നടത്തി, താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം കണക്കെ ചലിപ്പിച്ച കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള പാത ഒരുക്കുകയാണ് ഐക്യമുന്നണിയുടെ നേതാക്കന്മാർ. ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനം നേതാക്കന്മാർ നേരിട്ട് ഏകോപിപ്പിക്കുമ്പോൾ അതിന് കരുത്തു പകരുന്ന, കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത നേടിയെടുക്കാൻ കഴിയുന്ന പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. എന്തായാലും രാഹുലിൻ്റെ ഈ പ്രഖ്യാപനം കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാകും, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് UDF നേതാക്കന്മാർ ആത്മവിശ്വാസം.